പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ ഈ ധ്യാന നിമിഷത്തിൽ നിന്റെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളെ ഒന്ന് പുതുക്കേണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്നത് ഒരു വാഗ്ദാനമാണ്, ഒരു രക്ഷയുടെ ഉറപ്പാണ്, ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വിളിയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 25-ാം വാക്യമാണ്. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും, നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും എന്ന തിരുവചനമാണ്. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഇതൊരു സാധാരണ വാക്യം അല്ല, ഇത് ദൈവത്തിൻ്റെ പ്രതിജ്ഞയാണ്. എന്നാൽ ഇന്ന് ലോകം വലിയ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയിലാണ്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ലോകം, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ ഈ ആധുനിക ലോകം. മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയകൾ, ഡിജിറ്റൽ അടിമത്വം, ബന്ധങ്ങളുടെ തകർച്ച, മാനസിക സമ്മർദ്ദം. ഈ ലോകത്തിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും അറിയാതെ യുദ്ധം ചെയ്യുന്നു. പക്ഷേ ദൈവം ഇവിടെ പറയുന്നു, നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. ഇന്നത്തെ നമ്മുടെ മക്കളുടെ യുദ്ധം അദൃശ്യമായ ഒരു യുദ്ധമാണ്. ഇന്ന് നമ്മുടെ മക്കൾ പാപത്തോടും പരീക്ഷണങ്ങളോടും അന്യായമായ ആശയങ്ങളോടും പോരാടുന്ന ഒരു ആധുനിക ലോകം. അവർ ഒറ്റപ്പെടുന്നു, അവരുടെ ആത്മാവ് ദാഹിക്കുന്നു. എന്നാൽ ദൈവം അവരെ മറന്നിട്ടില്ല. ഇവിടെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ വാഗ്ദാനമുണ്ട്. ദൈവം ഒരു സൈന്യാധിപൻ പോലെയല്ല, അവനൊരു പിതാവ് പോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പോരാടുന്നു. അവൻ പിതാവാണ്, തൻ്റെ മക്കളുടെ പിതാവ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മുടെ മക്കളെ കാത്തു സൂക്ഷിക്കുന്നു. അതാണ് ഈ തിരുവചനത്തിൽ പറയുന്നത്, നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കും. ഇത് കേവലം ഒരാശ്വാസവാക്യമല്ല, ഇതൊരു ജീവനുള്ള വാഗ്ദാനമാണ്. പ്രിയ ദൈവമക്കളെ, മാതാപിതാക്കളുടെയും ഒരു വലിയ ഉത്തരവാദിത്വം ഇവിടെയുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. നമ്മുടെ മക്കൾ ദൈവത്തോട് അടുത്തു വരുന്നുണ്ടോ, അതോ ലോകത്തോട്, ലോകമോഹങ്ങളോട് അടുത്തു നിൽക്കുന്നവരാണോ? നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥന, മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പ്രായമായ അമ്മയപ്പന്മാരുടെയും ഒക്കെ ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കുടുംബത്തിലുണ്ടോ? ചിന്തിക്കുക പ്രിയ ദൈവമക്കളെ. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പങ്കാളിത്തമുണ്ടോ? ദൈവവുമായുള്ള ഒരു ബന്ധം എല്ലാ ദിവസവും നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് കണ്ടു വളരുന്ന, അത് കേട്ടു വളരുന്ന, അതിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് മുതിർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കണം പ്രിയ ദൈവമക്കൾ. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് ഒരമ്മയുടെ കണ്ണുനീർ, ഒരപ്പൻ്റെ പ്രാർത്ഥന, ഇവയെ ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയാണ് നമ്മുടെ മക്കളുടെ യഥാർത്ഥ സംരക്ഷണം. അങ്ങനെയെങ്കിൽ അവിടെയൊരു പ്രത്യാശയുടെ സന്ദേശമുണ്ട്. നിങ്ങളുടെ മക്കൾ വഴിതെറ്റിയാലും, നിങ്ങളുടെ മകൾ അകന്നുപോയാലും ദൈവം പറയുന്നു, ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ഈ പുതുതലമുറയുടെ മക്കളെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാനെ, അവരെ സംരക്ഷിച്ചു കൊള്ളണം, അവരെ വഴികാട്ടണം, അവരെ തിരികെ നിന്റെ അടുക്കൽ കൊണ്ടുവരണം. കർത്താവേ, മാതാപിതാക്കളാകുന്ന അടിയങ്ങൾ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി കർത്താവേ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ
കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് കൊള്ളുവാൻ ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ മക്കളാകുന്ന അവരെ നിന്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ച് കാത്തു പരിപാലിക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.